നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. പോരാട്ട വീര്യം പാരമ്യതയിൽ. വാഹന പ്രചരണം അവസാന ഘട്ടത്തിൽ. ദുഃഖവെള്ളിയിൽ പര്യടനമില്ല. പരമാവധി വോട്ടർമാരെ കാണാൻ സ്ഥാനാർത്ഥികൾ. പുതുപ്പള്ളിയിൽ കളം നിറഞ്ഞ് ചാണ്ടിയുമ്മൻ. സ്വീകരണ കേന്ദ്രങ്ങളിലേക്ക് ജനം ഒഴുകുന്നു. പുതുപ്പള്ളിക്കാരുടെ മനസ്സറിഞ്ഞ് ചാണ്ടിയുമ്മൻ. കോട്ടയം ജില്ലയിലെ NDA സ്ഥാനാർത്ഥികളുടെ പര്യടനം അവസാന ഘട്ടത്തിൽ. അഡ്വക്കേറ്റ് ജോർജ് കുര്യനും രവീന്ദ്രനാഥ് പുതുപ്പള്ളിയെയും നെഞ്ചിലേറ്റി ജനം. ക്രിസ്തുദേവന്റെ അന്ത്യ അത്താഴത്തിന്റെ സ്മരണയിൽ പെസഹ വ്യാഴം. ദൈവാലയങ്ങളിൽ കാൽകഴുകൽ ശുശ്രൂഷയും തിരുക്കർമ്മങ്ങളും. നാളെ ദുഃഖവെള്ളി. വാർത്തകൾ വിശദമായി. പുതുപ്പള്ളിയുടെ നായകൻ ചാണ്ടിയുമ്മൻ തന്നെയാണെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്നതായിരുന്നു അദ്ദേഹത്തിന് മീനടം പഞ്ചായത്തിൽ ലഭിച്ച സ്വീകരണം. തന്നെ കാണാനെത്തിയ കൊച്ചുകുട്ടി പ്രവർത്തകർക്കൊപ്പം പാട്ടുപാടിയും നൃത്തച്ചുവട് വെച്ചും അവരെ കോരിയെടുത്ത് താരാട്ടുപാടിയും ചാണ്ടിയുമ്മൻ അവരിൽ ഒരാളായപ്പോൾ കണ്ടുനിന്നവരിലും ആവേശം അലതല്ലി. UDF പുതുപ്പള്ളി നിയോജക മണ്ഡലം സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ചാണ്ടിയുമ്മന്റെ പഞ്ചായത്ത് തല പര്യടനം സമാപിച്ചു. ബുധനാഴ്ച മീനടം പഞ്ചായത്തിലുടനീളം അദ്ദേഹം പര്യടനം നടത്തി ജനങ്ങളെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചു. സ്വീകരണ സ്ഥലങ്ങളിലും തന്റെ പ്രചരണ വാഹനം കടന്നുപോകുന്ന വഴികളിലുടനീളവും ചാണ്ടിയുമ്മനെ കാണാൻ നാട്ടുകാരുടെ തിരക്കായിരുന്നു. പ്രചരണത്തിന്റെ ഭാഗമായി AICC ജനറൽ സെക്രട്ടറി സച്ചിൻ പൈലറ്റ് മീനടത്തെത്തിയതും പ്രവർത്തകരെ ആവേശത്തിലാഴ്ത്തി. കൊച്ചുകുട്ടികളെ എടുത്തുയർത്തിയും അവർക്കൊപ്പം ആടിപ്പാടിയും അവരിൽ ഒരാളായി മാറി അഡ്വക്കേറ്റ് ചാണ്ടിയുമ്മൻ. സ്വീകരണ സ്ഥലങ്ങളിലെല്ലാം അദ്ദേഹത്തിന് ലഭിച്ച സ്വീകരണം ചാണ്ടിയുമ്മനെ മണ്ഡലത്തിലെ ജനങ്ങൾ തങ്ങളുടെ ജനപ്രതിനിധിയായി വാഴിച്ചു കഴിഞ്ഞു എന്നതിന്റെ നേർക്കാഴ്ചയായിരുന്നു. പഞ്ചായത്ത് പര്യടനത്തിലുടനീളം അതത് സ്ഥലത്തെ പ്രവർത്തകർ കൂടാതെ ഹരിയാന, മധ്യപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്നും എത്തി ചാണ്ടിയുമ്മന്റെ പ്രചരണ പരിപാടികളിൽ പങ്കെടുക്കുന്ന പ്രവർത്തകരെയും കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് അദ്ദേഹത്തിന് ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും നൽകുന്ന സ്വീകാര്യത എത്രത്തോളമെന്ന് വിളിച്ചോതുന്നു. തന്നെ ഇത്രത്തോളം നെഞ്ചേറ്റിയ ജനങ്ങൾക്ക് നന്ദി പറയാനും അദ്ദേഹം മറന്നില്ല. ഞാൻ ഒരു വാക്ക് ഇവിടെ വന്നപ്പോഴും കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നു, നിങ്ങളൊപ്പം മകനായി, സുഹൃത്തായി, വഴികാട്ടിയായി കാണും. അത് നിങ്ങൾ ഏറ്റെടുത്തു. അതാണ് ഇത്രയും സ്നേഹം. ഓരോ വീട്ടിലും മുന്നേ ആളായിരുന്നു. എനിക്ക് പറഞ്ഞാൽ എനിക്ക് വലിയ സന്തോഷം തോന്നി. ഇത്രയധികം സ്നേഹം ഓരോ വീടിന് മുന്നിലും ആള് നിൽക്കുവാൻ, മീനടത്തിന്റെ സ്നേഹം അനുഭവിക്കുവാനുള്ള അവസരം ലഭിച്ചു. എന്റെ പിതാവ് ഉണ്ടായിരുന്ന പോലെ തന്നെ നിങ്ങളോടൊപ്പം ഇനിയും കാണും. മീനടം സെന്റ് ജോർജ് ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച പര്യടനം മാത്തൂർപ്പടി, 3-ാം മൈൽ, തണ്ടാനിക്കൽ, മുണ്ടിയാക്കൽ, പോസ്റ്റ് ഓഫീസ് കവല, കാവാലച്ചിറ, ചീരൻകുളം, തകിടി, അമ്പലപ്പടി വഴി ആശുപത്രി കവലയിലെത്തി സമാപിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കാഞ്ഞിരപ്പള്ളി മണ്ഡലത്തിലെ ജനജീവിതം മെച്ചപ്പെടുത്തുമെന്ന് ഉറപ്പു നൽകിയും കേന്ദ്ര സർക്കാർ നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടിയും NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോർജ് കുര്യന്റെ പര്യടനം. ഇന്ന് ചിറക്കടവ് പഞ്ചായത്തിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ പര്യടനം നടത്തി വോട്ട് തേടി. BJPയുടെ A-ക്ലാസ് മണ്ഡലമായ കാഞ്ഞിരപ്പള്ളിയിൽ NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോർജ് കുര്യന്റെ പര്യടനം ആവേശകരമായി തുടരുന്നു. കഴിഞ്ഞ 20 വർഷക്കാലം കാഞ്ഞിരപ്പള്ളി മണ്ഡലം നേരിട്ട വികസന മുരടിപ്പിന് പരിഹാരം കാണാൻ അഡ്വക്കേറ്റ് ജോർജ് കുര്യന്റെ വിജയം അനിവാര്യമാണെന്ന് നാട്ടുകാർ നൽകുന്ന സ്വീകാര്യത തെളിയിക്കുന്നു. ഇന്ന് ചിറക്കടവ് പഞ്ചായത്തിലായിരുന്നു ജോർജ് കുര്യൻ വോട്ടർമാരെ കാണുന്നതിനായി എത്തിയത്. രാവിലെ മൂലേപ്ലാവിൽ നിന്നാണ് പര്യടനം ആരംഭിച്ചത്. തുടർന്ന് ഉള്ളായം, കൈലാത്തുകവല, ഏറത്തുകവല, തെക്കുംഭാഗം തുടങ്ങിയ സ്ഥലങ്ങളിലൂടെ പര്യടനം നടത്തി. ആസന്നമായിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആവേശങ്ങളിൽ കാഞ്ഞിരപ്പള്ളി നിയോജക മണ്ഡലവും ചരിത്രപരമായ പോരാട്ടത്തിനായി
സാക്ഷ്യം വഹിക്കുമ്പോൾ ഇതാ നിങ്ങളെ കാണുവാൻ, നിങ്ങളുടെ അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും ഏറ്റുവാങ്ങുവാൻ ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ കടന്നു വരികയാണ് ദേശീയതയുടെ പടനായകൻ, ഇന്ത്യൻ ഭരണസിരാ കേന്ദ്രത്തിലെ ശക്തനായ പോരാളി, ലോകാരാധ്യനായ ഭാരത പ്രധാനമന്ത്രി ശ്രീമാൻ നരേന്ദ്രമോദിജിയുടെ സ്വന്തം സാരഥി അഡ്വക്കേറ്റ് ജോർജ് കുര്യൻ. അനുഗ്രഹിക്കൂ, ആശീർവദിക്കൂ. എല്ലാ കേന്ദ്രങ്ങളിലും സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർ ജോർജ് കുര്യനെ കാണാനും അഭിവാദ്യം ചെയ്യുന്നതിനും എത്തി. എല്ലാവരോടും കാഞ്ഞിരപ്പള്ളിയിലെ സമഗ്ര വികസനത്തിന് വോട്ട് അഭ്യർത്ഥിച്ചാണ് ജോർജ് കുര്യൻ മടങ്ങിയത്. BJP ജില്ലാ വൈസ് പ്രസിഡന്റ് VN മനോജ്, ജനറൽ സെക്രട്ടറി TB ബിനു എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. പുതുപ്പള്ളി മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി രവീന്ദ്രനാഥ് വാകത്താനത്തിന്റെ പാമ്പാടി മണ്ഡലത്തിലെ പര്യടനത്തിന് സമാപനം. നിരവധി പ്രവർത്തകരുടെയും വാഹനങ്ങളുടെയും അകമ്പടിയിലായിരുന്നു പര്യടനം. പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിലെ ത്രികോണ മത്സരം ശക്തമാക്കിയാണ് NDA സ്ഥാനാർത്ഥി രവീന്ദ്രനാഥ് വാകത്താനത്തിന്റെ മണ്ഡല പര്യടനം തുടരുന്നത്. മണ്ഡലത്തിൽ ശക്തമായ സ്വാധീനമാണ് രവീന്ദ്രനാഥ് വാകത്താനത്തിലുള്ളത്. മണ്ഡലത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും പിന്തുണ നേടാനായി എന്നത് തന്നെ NDA സ്ഥാനാർത്ഥിയുടെ സ്വീകാര്യതയ്ക്ക് തെളിവാണ്. ഇന്ന് പാമ്പാടി പഞ്ചായത്തിലായിരുന്നു രവീന്ദ്രനാഥ് വാകത്താനം പര്യടനം നടത്തിയത്. അണ്ണാടി വയലിൽ നിന്നാണ് സ്ഥാനാർത്ഥിയുടെ പര്യടനം ആരംഭിച്ചത്. റോഡിന്റെ ഇരുവശങ്ങളിലും സ്വീകരണ കേന്ദ്രങ്ങളിൽ നിന്നവർ ഹസ്തദാനം ചെയ്തും ഷാൾ അണിയിച്ചും തങ്ങളുടെ സ്ഥാനാർത്ഥിയെ സ്വീകരിച്ചു. കൊച്ചുകുട്ടികളും പ്രായമായവരും തങ്ങളുടെ സ്ഥാനാർത്ഥിയെ കാണുന്നതിനായി കാത്തുനിന്നു. അണ്ണാടി വയലിൽ നിന്ന് ആരംഭിച്ച പര്യടനം മാഞ്ഞാളിയിൽ സമാപിച്ചു. പക്ഷേ നരേന്ദ്രമോദി സർക്കാർ അവതരിപ്പിച്ച നിരവധിയായ ജനപ്രിയ വികസന പദ്ധതികൾ നമ്മുടെ ഗ്രാമത്തിലെത്തുകയും നമ്മുടെ ഓരോ വീട്ടിൻ്റെ വാതിക്കലും ഈ വികസനം എത്തണമെങ്കിൽ സ്വാഭാവികമായും BJPക്ക് അനുകൂലമായി, NDAക്ക് അനുകൂലമായി, താമരയ്ക്ക് അനുകൂലമായി വോട്ട് ചെയ്താൽ മാത്രമേ സാധിക്കൂ. അതിനുള്ള സുവർണ്ണ അവസരമാണ് നമുക്ക് 55 വർഷക്കാലഘട്ടത്തിലെ ഈ വികസന മുരടിപ്പിന് ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുവാൻ. അതേപോലെ നമ്മുടെ സംസ്ഥാന സർക്കാർ കഴിഞ്ഞ 10 വർഷക്കാലഘട്ടമായി ഈ കേരള ജനതയോട് കാണിക്കുന്ന ഈ ക്രൂരതയ്ക്ക് മറുപടി പറയാൻ ഏറ്റവും ആസന്നമായ സമയമാണ്. ആ സമയം തിരഞ്ഞെടുക്കുവാനുള്ള ദിവസമാണ് ഈ വരുന്ന ഏപ്രിൽ മാസം 9-ാം തീയതി. ആ 9-ാം തീയതി നിങ്ങൾ വോട്ട് ചെയ്യുമ്പോൾ താമരയ്ക്ക് അനുകൂലമായി, വികസനത്തിന് അനുകൂലമായി, NDAക്ക് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇവിടെ നൽകിയ ഈ സ്വീകരണത്തിന് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ് ഹിന്ദ്. നിരവധി പ്രവർത്തകരുടെയും വാഹനങ്ങളുടെയും അകമ്പടിയിലായിരുന്നു പര്യടനം. ന്യൂസ് ബ്യൂറോ, പാമ്പാടി. പുതുപ്പള്ളി മണ്ഡലം LDF സ്ഥാനാർത്ഥി KM രാധാകൃഷ്ണന്റെ മണ്ഡലം പര്യടനം പുരോഗമിക്കുന്നു. ബുധനാഴ്ച കൂരോപ്പട, പാമ്പാടി പഞ്ചായത്തുകളിലായിരുന്നു അദ്ദേഹം പര്യടനം നടത്തിയത്. ഇടതുമുന്നണിയെ ഒരിക്കലും തുണച്ചിട്ടില്ലാത്ത മണ്ഡലമാണ് പുതുപ്പള്ളി. എക്കാലത്തും UDFനൊപ്പം നിന്ന പുതുപ്പള്ളിയിൽ ഇക്കുറി ചെങ്കൊടി പാറിക്കാനാവുമെന്ന ശുഭപ്രതീക്ഷയിലാണ് LDF സ്ഥാനാർത്ഥി KM രാധാകൃഷ്ണൻ പോരാട്ടത്തിന് ഇറങ്ങിയിരിക്കുന്നത്. പാമ്പാടിയിലെ സജീവ പാർട്ടി പ്രവർത്തകനായ KMR ആദ്യമായാണ് നിയമസഭാ തലത്തിൽ മത്സരിക്കുന്നത്. പാമ്പാടിക്കാർക്ക് സുപരിചിതനായ KM രാധാകൃഷ്ണൻ തികഞ്ഞ അച്ചടക്കത്തോടെയാണ് തെരഞ്ഞെടുപ്പ് പ്രചരണവും നടത്തുന്നത്. മണ്ഡലത്തിലെ മുഴുവൻ ജനങ്ങളെയും നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുന്ന തിരക്കിലാണ് അദ്ദേഹം. ബുധനാഴ്ച കൂരോപ്പട, പാമ്പാടി പഞ്ചായത്തുകളിലാണ് അദ്ദേഹം പര്യടനം പൂർത്തിയാക്കിയത്. പാമ്പാടിയിലെ പര്യടനം പാറാമറ്റത്ത് NCP സംസ്ഥാന സെക്രട്ടറി KR രാജൻ ഉദ്ഘാടനം ചെയ്തു. കുന്നേപ്പിടിക, ഗ്രാമറ്റം, 7-ാം മൈൽ, 8-ാം മൈൽ, പാമ്പാടി ടൗൺ, പൊത്തൻപുറം, ഓർവയിൽ, കുമ്പന്താനം, മാന്തുരുത്തി, പള്ളിക്കുന്ന് എന്നിവിടങ്ങളിലെ സ്വീകരണം ഏറ്റുവാങ്ങി ഇലക്കൊടിഞ്ഞിയിൽ സമാപിച്ചു. സ്വീകരണ സ്ഥലങ്ങളിലെല്ലാം സ്ത്രീകളും കുട്ടികളും അടക്കം സഖാവിനെ സ്വീകരിക്കാനും രക്തഹാരം അണിയിക്കാനും കാത്തുനിന്നിരുന്നു. സ്ഥാനാർത്ഥിക്ക് കുമ്പന്താനത്ത് നൽകിയ സ്വീകരണം ആവേശോജ്വലമായിരുന്നു. ആംബിയൻസ്.
വാശിയേറിയ ത്രികോണ മത്സരം നടക്കുന്ന പുതുപ്പള്ളിയിൽ തങ്ങൾക്ക് ഇക്കുറി അക്കൗണ്ട് തുറക്കാനാവുമെന്ന ശുഭപ്രതീക്ഷയിലാണ് മുന്നണിയും പ്രവർത്തകരും. ന്യൂസ് ബ്യൂറോ, പാമ്പാടി. യേശുദേവന്റെ അന്ത്യ അത്താഴത്തിന്റെ സ്മരണയിൽ ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ പെസഹ ആചരിച്ചു. വിനയത്തിന്റെയും സേവനത്തിന്റെയും സന്ദേശം വിളിച്ചോതി പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനകളും കാൽകഴുകൽ ശുശ്രൂഷയും നടന്നു. ക്രിസ്തുവിന്റെ അന്ത്യാത്താഴത്തിന്റെ ഓർമ്മ പുതുക്കി ഇന്ന് ക്രൈസ്തവർ പെസഹ ആചരിച്ചു. തന്റെ 12 ശിഷ്യന്മാരുടെ കാൽ കഴുകി അവർക്കൊപ്പം അത്താഴം കഴിച്ചതിന്റെയും വിശുദ്ധ കുർബാന സ്ഥാപിച്ചതിന്റെയും ഓർമ്മ ദിനം കൂടിയാണ് പെസഹയായി ആചരിക്കുന്നത്. അന്ത്യത്താഴത്തിന്റെ സ്മരണയിൽ ക്രൈസ്തവർ വീടുകളിൽ പെസഹ അപ്പം മുറിച്ചു. ദേവാലയങ്ങളിൽ കാൽകഴുകൽ ശുശ്രൂഷയും ഉണ്ടായിരുന്നു. യേശു ശിഷ്യന്മാരുടെ കാൽ കഴുകി ചുംബിച്ച് വിനയത്തിന്റെ മാതൃക നൽകിയതിന്റെ ഓർമ്മ പുതുക്കലാണ് കാൽകഴുകൽ ശുശ്രൂഷ. ദേവാലയങ്ങളിൽ വൈദികർ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകും. പാല കത്തീഡ്രലിൽ നടന്ന കാൽകഴുകൽ ശുശ്രൂഷയ്ക്ക് മാർ ജോസഫ് കരങ്ങാട്ട് നേതൃത്വം നൽകി. വികാരി ഫാദർ ജോസഫ് മലയപ്പറമ്പിൽ, ഫാദർ ജോർജ് തർപ്പൽ, ഫാദർ ഐസക് ബ്രിങ്ങാമലയിൽ, ഫാദർ സെബാസ്റ്റ്യൻ ചമക്കാലയിൽ, ഫാദർ ജോസഫ് തെങ്ങമ്പള്ളിൽ, ഫാദർ അഗസ്റ്റിൻ കണ്ടത്തിക്കൊടലിൽ എന്നിവർ സഹകാർമ്മികരായിരുന്നു. തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കാൻ ധാരാളം വിശ്വാസികളും എത്തിയിരുന്നു. നാളെ യേശുവിന്റെ പീഡാനുഭവ സ്മരണ പുതുക്കി ദുഃഖവെള്ളിയും ആചരിക്കും. ദേവാലയങ്ങളിൽ ഉച്ചകഴിഞ്ഞ് 3 പീഡാനുഭവ വായനയും കുരിശിന്റെ വഴിയും നടക്കും. തുടർന്ന് നേർച്ചക്കഞ്ഞി വിതരണവും ഉണ്ടാകും. വിവിധ ദേവാലയങ്ങളിലെ ചടങ്ങുകൾക്ക് വൈദികർ നേതൃത്വം നൽകും. ന്യൂസ് ബ്യൂറോ, പാല. ക്രിസ്തുദേവന്റെ അന്ത്യ അത്താഴത്തിന്റെ ഓർമ്മ പുതുക്കി ക്രൈസ്തവർ പെസഹ ആചരിക്കുന്നു. ദേവാലയങ്ങളിൽ കാൽകഴുകൽ ശുശ്രൂഷയായിരുന്നു പ്രധാന ചടങ്ങ്. ക്രൂശ് മരണത്തിന് മുൻപ് യേശു ക്രിസ്തു ശിഷ്യന്മാരോടൊപ്പം സെഹിയോൻ മാളികയിൽ ഒത്തുകൂടി അപ്പം നുറുക്കി പങ്കിട്ട് പെസഹ ആചരിച്ചു. ഇതിന്റെ സ്മരണ പുതുക്കിയാണ് ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ പെസഹ ആചരിക്കുന്നത്. കൂടാതെ വിനയത്തിന്റെ എളിമയുടെ മാതൃക കാട്ടി യേശുദേവൻ കാൽ കഴുകിയത് സ്മരിച്ച് ദേവാലയങ്ങളിൽ കാൽകഴുകൽ ശുശ്രൂഷയും നടന്നു. പാമ്പാടി മാർ കുര്യാക്കോസ് ദയറായിൽ നടന്ന പെസഹ കുർബാനയ്ക്കും കാൽകഴുകൽ ശുശ്രൂഷയ്ക്കും ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ പരിശുദ്ധ ബെസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ നേതൃത്വം നൽകി. പുലർച്ചെ 2:30-ക്കാണ് ചടങ്ങുകൾക്ക് തുടക്കമായത്. ക്രിസ്തുവിന്റെ അന്ത്യ അത്താഴം മനുഷ്യകുലത്തിന്റെ രക്ഷാമാർഗം ത്യാഗങ്ങൾ സഹിച്ച് മറ്റുള്ളവർക്ക് രക്ഷ നൽകാൻ നമുക്കും കഴിയണമെന്ന് കാതോലിക്ക ബാവ പറഞ്ഞു. ക്രിസ്തു എല്ലാവർക്കും വേണ്ടിയാണ് തൻ്റെ ശരീരരക്തങ്ങൾ ദാനമായി നൽകിയത്. ജാതിമത ഭേദമന്യേ എല്ലാ മനുഷ്യർക്കും പ്രയോജനമുള്ളവരായി തീരണമെന്ന സന്ദേശമാണ് പെസഹ നൽകുന്നതെന്നും ബെസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ സന്ദേശത്തിൽ ചൂണ്ടിക്കാട്ടി. അവൻ്റെ മരണവും തൻ്റെ ശരീരരക്തങ്ങൾ നമുക്ക് നൽകിയതും നാം ഓരോരുത്തരും ഭാഗിക്കപ്പെട്ട് കഷ്ടപ്പെട്ട് കർത്താവിനു വേണ്ടി മുറിക്കപ്പെട്ടവരായി മറ്റുള്ളവർക്ക് രക്ഷ നൽകുന്നവരായി തീരണം എന്നുള്ളതായ വലിയ സന്ദേശമാണ് വിശുദ്ധ കുർബാനയിൽ കൂടി നമുക്ക് നൽകുന്നത്. ലോകത്തിൽ ജീവിക്കുന്ന എല്ലാ മനുഷ്യർക്കും വേണ്ടിയാണ് കർത്താവ് തൻ്റെ ശരീരരക്തങ്ങൾ ദാനമായി നൽകിയത്. എല്ലാ മനുഷ്യർക്കും വേണ്ടിയാണ്, ഓരോരുത്തർക്കും വേണ്ടിയല്ല. അതുകൊണ്ട് നാമും നമ്മുടെ ജീവിതവും എല്ലാവർക്കും വേണ്ടി ജാതി മതഭേദമന്യേ എല്ലാ മനുഷ്യർക്കും പ്രയോജനകരമായി തീരത്തക്കവണ്ണം ആക്കുമ്പോഴാണ് നാം വിശുദ്ധ കുർബാനയുടെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാക്കുന്നത്. പെസഹ ആചരണത്തിന്റെ ഭാഗമായി ക്രൈസ്തവ ഭവനങ്ങളിൽ വൈകുന്നേരം പെസഹ അപ്പം ഉണ്ടാക്കി പ്രാർത്ഥനകളോടെ കുടുംബാംഗങ്ങൾ ഒത്തുചേർന്ന് പങ്കുവയ്ക്കും. ഈ വലിയ ആഴ്ചയിലെ പ്രധാന ചടങ്ങുകളിലൊന്നായ പെസഹ വ്യാഴത്തിന് പിന്നാലെ ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തെ അനുസ്മരിച്ച് ദുഃഖവെള്ളി ആചരണത്തിലേക്ക് വിശ്വാസികൾ കടക്കും. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കുറിഞ്ഞിക്കാവിൽ പുരുഷന്മാരുടെ താലം തുള്ളൽ ഭക്തിസാന്ദ്രമായി. കുറിഞ്ഞിക്കാവിൽ മാത്രം നടക്കുന്ന പുരുഷന്മാരുടെ താലം തുള്ളൽ ഐതിഹ്യ സമ്പന്നമാണ്. കുറിഞ്ഞിക്കാവ് വനദുർഗ ഭഗവതി ക്ഷേത്രത്തിൽ പുരുഷന്മാരുടെ താലം തുള്ളൽ ഭക്തിനിർഭരമായി. വൈകിട്ട് വിശേഷാൽ ദീപാരാധനയ്ക്ക് ശേഷം വലിയ പാട്ട് ചടങ്ങുകളോടനുബന്ധിച്ചായിരുന്നു താലം തുള്ളൽ. കുറിഞ്ഞിക്കാവിൽ മാത്രം നടക്കുന്ന പുരുഷന്മാരുടെ താലം തുള്ളൽ ഐതിഹ്യ സമ്പന്നമാണ്. അസുരന്മാർ സ്ത്രീകളെ ആക്രമിച്ചപ്പോൾ സ്ത്രീകൾ പാർവതീദേവിയെ പ്രാർത്ഥിക്കുകയും പാർവതീദേവി ഐശ്വര്യലക്ഷ്മി രൂപം കൊണ്ട് അസുരന്മാരെ വാളുകൊണ്ട് നിഗ്രഹിച്ചെന്നുമാണ് ഐതിഹ്യം. രോഷം വർദ്ധിച്ച ദേവി കണ്ണിൽ കണ്ട പുരുഷന്മാരെ എല്ലാം വെട്ടി. അപ്പോൾ ഭക്തർ ശിവനെ പ്രാർത്ഥിക്കുകയും ശിവൻ ദേവിയുടെ കോപം ശമിപ്പിക്കാൻ അന്തിമഹാകാളന്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു. എന്നാൽ ദേവി ഇതറിയാതെ വാളുകൊണ്ട് വെട്ടിയപ്പോൾ അത് ശിവനാണെന്ന് മനസ്സിലാവുകയും പാദം നിലത്ത് വീഴാതെ ഇടത് കൈയിൽ പിടിക്കുകയും ചെയ്തു. വെട്ടേറ്റ അന്തിമഹാകാളൻ ഒറ്റക്കാലിൽ പ്രത്യേക താളത്തിൽ നൃത്തരൂപേണ 3 തവണ ചുവടുവെച്ച് ആടി. ഇത് കണ്ട് ദേവിയുടെ കോപം അടങ്ങി. ഇതിന്റെ ഓർമ്മയ്ക്കായിട്ടും ഉഗ്രരൂപിണിയായ ദേവിയുടെ രൗദ്രഭാവം കുറയ്ക്കുന്നതിനും വേണ്ടിയാണ് പുരുഷന്മാർ ഇവിടെ താലം എടുക്കുന്നതും താലം തുള്ളുന്നതും എന്നാണ് ഐതിഹ്യം. ഇവിടെ കളമെടുക്കുന്നത് ഐശ്വര്യലക്ഷ്മി ഇടത് കൈയിൽ വെട്ടിയ കാൽപാദവും വലത് കൈയിൽ വാളുമായിട്ടാണ്. താലം തുള്ളലിന് ശേഷം അന്നദാനവും ഉണ്ടായിരുന്നു. വൈകിട്ട് വിശേഷാൽ ദീപാരാധന, പൂരമിടി എന്നീ ചടങ്ങുകളും നടന്നു.
ന്യൂസ് ബ്യൂറോ, പാലാ. പാലായിക്ക് ഇനി അറിവിന്റെ വെളിച്ചം. കാനാട്ടുപാറ മരിയാസദനം ഗ്രന്ഥശാല ഉദ്ഘാടനം ചെയ്തു. മാനസിക സാമൂഹിക പുനരധിവാസ രംഗത്ത് മാതൃകയായ മരിയസാനം സൈക്കോ സോഷ്യൽ റീഹാബിലിറ്റേഷൻ സെന്ററിന്റെ പ്രവർത്തനങ്ങൾക്ക് പുതിയ കരുത്തേകി കാനാട്ടുപാറ മരിയസദനത്തിൽ ഗ്രന്ഥശാല പ്രവർത്തനം ആരംഭിച്ചു. വായനയും വിജ്ഞാനവും ഒത്തുചേരുന്ന പുതിയൊരു അറിവിന്റെ ഇടമായി ഗ്രന്ഥശാല മാറുമെന്ന ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തവർ പറഞ്ഞു. MG യൂണിവേഴ്സിറ്റി മുൻ വൈസ് ചാൻസലർ സിറിയക് തോമസ് ഗ്രന്ഥശാലയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ലേബർ ഇന്ത്യ ഗ്രീൻ കാർഡ് ചെയർമാൻ ജോർജ് കുളങ്ങര അധ്യക്ഷത വഹിച്ചു. മരിയസാനം ഡയറക്ടർ സന്തോഷ് ജോസഫ് നേതൃത്വം നൽകി. പാല പുലന്നൂർ സ്വദേശിയും 55 വർഷമായി പാല സഹൃദയ സമിതി പ്രവർത്തിക്കുകയും കേരള ഹാസ്യവേദിയുടെ സംസ്ഥാന പ്രസിഡന്റുമായ രവി പുലിയന്നൂരിനെ ചടങ്ങിൽ ആദരിച്ചു. മുനിസിപ്പൽ താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി റോയ് ഫ്രാൻസിസ്, മുൻ മുനിസിപ്പൽ കമ്മീഷണർ രവി പാല, കവയത്രി സുജിത അനിൽ, ചലച്ചിത്ര നടൻ ഷാലി പാല എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാല. വേണ്ടത്ര സുരക്ഷ ഒരുക്കാൻ സൗകര്യമില്ലാത്തതിനാൽ പ്രധാനമന്ത്രിയുടെ പാലായിലെ സന്ദർശനം റദ്ദാക്കിയതായി BJP സംസ്ഥാന വക്താവ് അഡ്വക്കേറ്റ് S. ജയസൂര്യൻ. BJP പാലാ മണ്ഡലം വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിനാണ് ഇക്കാര്യം അറിയിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിൽ SPGയുടെ പ്രത്യേക സംഘം പാലായിൽ എത്തി പരിശോധന നടത്തിയെങ്കിലും സുരക്ഷാനുമതി ലഭിക്കാത്തതിനാൽ സന്ദർശനം വേണ്ടെന്ന് വയ്ക്കേണ്ട സ്ഥിതിയാണ് ഉണ്ടായത്. 3 ഹെലികോപ്റ്ററുകൾ ഇറങ്ങാൻ വേണ്ട സൗകര്യം സെന്റ് തോമസ് കോളേജ് ഗ്രൗണ്ടിൽ ഉണ്ടെങ്കിലും 30,000 ആളുകളെ പങ്കെടുപ്പിച്ചുള്ള പൊതുസമ്മേളനമോ റോഡ് ഷോയോ സുരക്ഷിതമായി നടത്താൻ വേണ്ട രീതിയിലുള്ള മൈതാനമോ വഴിയോ പാലായിലില്ലെന്നാണ് പരിശോധനയ്ക്ക് ശേഷം SPG സംഘം റിപ്പോർട്ട് നൽകിയത്. പാലായെ വികസിപ്പിച്ചു എന്ന് അവകാശപ്പെടുന്നവർ എന്താണ് പാലായ്ക്ക് ചെയ്തതെന്ന് പൊതുസമൂഹം തിരിച്ചറിയണമെന്നും അഡ്വക്കേറ്റ് ജയസൂര്യൻ ആവശ്യപ്പെട്ടു. ഈ മാസം 4-ാം തീയതിയാണ് പ്രധാനമന്ത്രി പാലായിൽ സന്ദർശനം നടത്താനിരുന്നത്. 9 ലിറ്റർ വിദേശവും മദ്യവുമായി ഉരുളികുന്നം സ്വദേശി എക്സൈസ് സംഘത്തിന്റെ പിടിയിലായി. താഷ്കന്റ് സ്വദേശിയായ മുണ്ടുനടക്കൽ വീട്ടിൽ സജി എന്ന് വിളിക്കുന്ന സജീവ് MTയാണ് ഡ്രൈഡേ ദിനത്തിൽ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന 9 ലിറ്റർ വിദേശ മദ്യവുമായി പൊൻകുന്നം എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ പിടികൂടിയത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പോരാട്ട വീര്യം പാരമ്യതയിൽ. വാഹന പ്രചരണം അവസാന ഘട്ടത്തിൽ. ദുഃഖവെള്ളിയിൽ പര്യടനമില്ല. പരമാവധി വോട്ടർമാരെ കാണാൻ സ്ഥാനാർത്ഥികൾ. പുതുപ്പള്ളിയിൽ കളം നിറഞ്ഞ് ചാണ്ടിയുമ്മൻ. സ്വീകരണ കേന്ദ്രങ്ങളിലേക്ക് ജനം ഒഴുകുന്നു. പുതുപ്പള്ളിക്കാരുടെ മനസ്സറിഞ്ഞ് ചാണ്ടിയുമ്മൻ. കോട്ടയം ജില്ലയിലെ NDA സ്ഥാനാർത്ഥികളുടെ പര്യടനം അവസാന ഘട്ടത്തിൽ. അഡ്വക്കേറ്റ് ജോർജ് കുര്യനും രവീന്ദ്രനാഥ് പുതുപ്പള്ളിയെയും നെഞ്ചിലേറ്റി ജനം. ക്രിസ്തുദേവന്റെ അന്ത്യ അത്താഴത്തിന്റെ സ്മരണയിൽ പെസഹ വ്യാഴം. ദൈവാലയങ്ങളിൽ കാൽകഴുകൽ ശുശ്രൂഷയും തിരുക്കർമ്മങ്ങളും. നാളെ ദുഃഖവെള്ളി. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.